LG കമ്പനിയുടെ 2020 മോഡൽ സ്പ്ലിറ്റ് ടേസർ റിമോട്ട് വരുന്നതാണ്. എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് വരുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലായിരിക്കും എ സിയുടെ റിമോട്ട് വരുന്നത്. എ സി ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എ സിയുടെ റിമോട്ടിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റിമോട്ടിൽ യൂസ് ചെയ്ത ബാറ്ററിയിൽ എന്തോരം ചാർജ് ഉണ്ടെന്ന് മേളിൽ മെൻഷൻ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടൈമും അറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന റിമോട്ടിന്റെ ടൈം തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ടൈം ആദ്യം കറക്റ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന റിമോട്ടിന്റെ ബാറ്ററി ജസ്റ്റ് ഒന്ന് ഊരാ, ഈ രീതിയിൽ ആ ബാറ്ററി ഒന്ന് ഊരാ, അതിനുശേഷം ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ ആ ടൈമിൻ്റെ ഭാഗം കിടന്ന് നമുക്കൊരു മിന്നി കളിക്കുന്ന കാണാൻ സാധിക്കും. ഈ രണ്ട് ആരോ മാർക്ക് ബട്ടൺ യൂസ് ചെയ്തിട്ട് ആ ടൈം കറക്റ്റ് ചെയ്യുക. ഈ രീതിയിൽ ടൈം കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ സെറ്റ് ക്യാൻസൽ എന്നുള്ള ഈ ഒരു ബട്ടൺ അമർത്തി അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ടൈം കറക്റ്റായി. ഈ ഒരു ടൈം കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമോട്ടിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റായിട്ട് ആ എ സി ഓഫ് ആവാനോ അല്ലെങ്കിൽ ആ ടൈമർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. ഈ ഒരു ഓറഞ്ച് ബട്ടൺ അമർത്തി നമുക്ക് എ സി ഓൺ ആക്കാൻ സാധിക്കും. അപ്പോൾ റിമോട്ടിൽ ഡിസ്പ്ലേ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് എത്രയാണോ കൂളിംഗ് ടെമ്പറേച്ചർ 24 ആണ് ഇപ്പോൾ കിടക്കുന്നത്. ആ ഒരു കൂളിംഗ് ടെമ്പറേച്ചർ എത്ര അതും അറിയാൻ സാധിക്കും. സൈഡിലായിട്ട് ഫാൻ്റെ സ്പീഡും അറിയാൻ സാധിക്കും. ഇപ്പം H എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈ സ്പീഡിലാണ് ഫാൻ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് എ സി ഓൺ ആക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ഓറഞ്ച് ബട്ടന്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് ആരോ മാർക്കുള്ള രണ്ട് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ ഈ 24 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാനും അതുപോലെ ഈ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള രണ്ട് ബട്ടണാണ് ഇത് വരുന്നത്. നമുക്കിതിൻ്റെ മാക്സിമം ഏറ്റവും ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുന്നത് 30ഉം ഏറ്റവും ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുന്നത് 16ഉമാണ്. റിമോട്ടിൽ ഫസ്റ്റ് വരുന്ന ബട്ടണാണ് കംഫർട്ട് എയർ എന്നുള്ള ഫസ്റ്റ് ബട്ടൺ. നമുക്ക് രണ്ട് ഫംഗ്ഷനാണ് ഈ കംഫർട്ട് എയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ വരുന്നത്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ഐക്കൺ നിങ്ങൾക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ സിയുടെ കൂളിംഗ് ഡയറക്റ്റ് നമ്മുടെ മേത്തേക്ക് അടിക്കാണ്ട് നമുക്കൊരു ഷവർ ടേപ്പ് കൂളിംഗ്, ഈ എ സിയുടെ ഫ്ലാപ്പ് മൊത്തമായിട്ട് മുകളിലോട്ട് പൊന്തിയിട്ട് ഡയറക്റ്റ് നമ്മുടെ മേത്തേക്ക് ഡയറക്റ്റ് കൂളിംഗ് അടിക്കാതെ ഒരു ഷവർ ടേപ്പ് കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ കൂളിംഗ് ലഭിക്കുക എന്നതാണ് ഈ ഒരു ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കംഫർട്ട് എയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സിമ്പിൾ ആയിരിക്കും വരുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സിയുടെ ഫ്ലാപ്പ് മൊത്തമായിട്ട് തുറന്നിട്ട് 0 ഡിഗ്രിയിൽ തുറന്നിട്ട് ഡയറക്റ്റ് ഇപ്പം നമ്മൾ ഫ്ലോറിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ചെയറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മേത്തേക്ക് ഡയറക്റ്റ് കൂളിംഗ് ലഭിക്കുന്ന രീതിയിലായിരിക്കും കിട്ടുക. അടുത്ത ബട്ടൺ വരുന്നതാണ് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ എ സിയുടെ ഡിസ്പ്ലേ ഓഫ് ആവും. ഇപ്പോൾ പുതിയ മോഡൽ എല്ലാ എ സിയിലും വരുന്നത് ഹിഡൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഓൺ ആക്കുന്ന ടൈമിൽ മാത്രമാണ് അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ രാത്രി കിടക്കുന്ന ടൈമിൽ ആ ഒരു ഡിസ്പ്ലേയുടെ വെട്ടം നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേ ഓഫ് ചെയ്യാൻ സാധിക്കും. അതാണ് ലൈറ്റ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ബട്ടണാണ് മോഡ് ബട്ടൺ. 4 ഫംഗ്ഷൻ ആയിരിക്കും മോഡിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് A1 എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഒരു A1 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഓട്ടോമാറ്റിക് മോഡായിരിക്കും. നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കൂളിംഗ് സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നതാണ് മൺസൂൺ മോഡ്. മഴക്കാല സീസണിലാണ് ഈ ഒരു ഫംഗ്ഷൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മുടെ റൂമിൽ ഉണ്ടാവുന്ന ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഈർപ്പം കുറയ്ക്കാൻ ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് സാധിക്കും. ഒരു ചെറിയൊരു ഡ്രൈ മോഡായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഡ്രൈ ഫീൽ ആയിരിക്കും നമുക്ക് ആ സമയത്ത് ലഭിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത് വരുന്ന ഫംഗ്ഷനാണ് ഫാൻ്റെ ഫംഗ്ഷൻ. ഈ ഒരു ഫാൻ ഫംഗ്ഷനിൽ നമുക്ക് ഫാൻ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഫാൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നമ്മുടെ റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൂളിംഗ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എ സി യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൂളിംഗ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഫാൻ ഫംഗ്ഷൻ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നാലാമത് വരുന്നതാണ് കൂൾ മോഡ്. നമ്മൾ എ സി ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും യൂസ് ചെയ്യണത് കൂൾ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലായിരിക്കും. ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഫാൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും ഫംഗ്ഷൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സാധിക്കണത് നമ്മളെല്ലാവരും യൂസ് ചെയ്യണത് ഈ ഒരു കൂൾ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും. അടുത്ത ബട്ടൺ വരുന്നതാണ് ഫാൻ സ്പീഡ്. ഫാൻ സ്പീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമുക്ക് ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പം നമുക്ക് ഫാൻ്റെ സ്പീഡ് നമുക്ക് ലോ വേണോ, മീഡിയം വേണോ, ഹൈ വേണോ എന്നുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. ഇതെന്തിനാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് ഇപ്പോൾ ഒരു 24 അല്ലെങ്കിൽ 25 ആണ് നമ്മൾ ടെമ്പറേച്ചർ ഇട്ടെങ്കിലും കൂടുതൽ ദൂരത്തേക്ക് എയർ കൂളിംഗ് കിട്ടാനും കൂടുതൽ ദൂരത്തേക്ക് ആ എയർ ത്രോ കിട്ടാനും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കൂളിംഗ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാനും ഈ ഒരു ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണ വഴി നമുക്ക് സാധിക്കും. അടുത്ത ഫംഗ്ഷൻ വരുന്നതാണ് 4-in-1 എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 1 ടൺ എന്നുള്ള എ സി നേരെ 3/4 ടണ്ണാവും, പിന്നെയും പ്രസ് ചെയ്ത് അത് 1/2 ടണ്ണാവും, പിന്നെയും പ്രസ് ചെയ്ത് 1/4 ടണ്ണാവും. ഇങ്ങനെ 4 ടണ്ണേജിൽ നിങ്ങൾക്ക് എ സി യൂസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് 4-in-1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണത്. അടുത്തതാണ് H കൂൾ അഥവാ ഹിമാലയ കൂള്.
ക്യുക്ക് കൂള്, ടർബോ കൂൾ എന്നൊക്കെ നമുക്ക് ഹിമാലയ കൂളിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. 18 ഡിഗ്രി ആയിരിക്കും കൂളിംഗ് ടെമ്പറേച്ചർ വരുന്നത്. എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൂളാകാൻ സഹായിക്കും. നമുക്കൊരു നോർമൽ AC ഒരു 20-25 മിനിറ്റ് കൂളാവാൻ എടുക്കുമ്പോൾ ക്യുക്ക് കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ AC കൂളാക്കും. അതാണ് ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത വരുന്നത്. അടുത്തതാണ് സ്വിംഗ് ബട്ടൺ. 2 സ്വിംഗ് ബട്ടൺ AC വരുന്നുണ്ട്. 2 സ്വിംഗ് ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് LGയുടെ AC 4-way സ്വിംഗിങ് ആയിരിക്കും. ഈ ഒരു 4-way സ്വിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ACയുടെ പുറത്തെ ഫ്ലാപ്പും അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് 4-way സ്വിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്വിംഗ് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു സിമ്പിളായിരിക്കും അതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫ്ലാപ്പ് നമുക്ക് സ്റ്റഡി ആയിട്ട് നിർത്താൻ സാധിക്കും. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ആ സിമ്പിൾ മേളിലേക്ക് കയറി വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ഫ്ലാപ്പ് ഏത് ദിശയിൽ നിങ്ങൾക്ക് കംഫർട്ടായ ദിശയിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാനാണ് അത് വരുന്നത്. നിങ്ങൾക്ക് അത് ഓട്ടോ മോഡായിട്ട് ഇടാനും സാധിക്കും. അത് ഫുള്ള് ആ ഒരു ചിഹ്നം ഫുള്ളായിട്ട് ഇത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്വിംഗ് ബട്ടൺ നിങ്ങൾ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെയിം തന്നെ അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഫ്ലാപ്പ് ആ ഒരു ഭാഗം ഏത് ദിശയിലേക്കാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് ആ ഒരു ദിശയിലേക്ക് നിങ്ങൾക്കത് സെറ്റായിട്ട് നിർത്താൻ സാധിക്കും. അത് നമുക്ക് പ്രസ് ചെയ്യും തോറും ഓരോ ഭാഗങ്ങളായിട്ട് അത് തിരിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഉള്ളിലെ ഭാഗം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായ രീതിയിൽ സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും. മൊത്തമായിട്ട് നിങ്ങൾക്ക് അത് ഫ്ലാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 2-3 പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഐക്കൺ വരും. ആ ഒരു ഐക്കൺ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ ഫ്ലാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മൂവ് ആയിക്കൊണ്ടിരിക്കും. അടുത്താണ് റൂം ടെമ്പറേച്ചർ. നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ 27 ആണ് ഈ ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ. നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചർ അറിയാനാണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. അടുത്തതാണ് സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു ടൈമിലേക്കാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണത്. ഈ ഒരു ഫംഗ്ഷൻ വഴി നമുക്ക് ഉറങ്ങാൻ കിടക്കണ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു കൂളിങ്ങും അതിനുശേഷം പയ്യെ ആ ഒരു കൂളിങ്ങിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വരികയും ചെയ്യണം. അതിനാണ് സ്ലീപ്പ് ഫംഗ്ഷൻ ചെയ്യണത്. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 24 എന്നാണെന്നുണ്ടെങ്കിൽ നേരെ അത് 20 ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പ്രസ് ചെയ്യുക. നമുക്കിവിടെ 1H എന്ന് കൊടുത്താൽ കാണാൻ സാധിക്കും. അത് 2H നമുക്ക് കൊടുക്കുക. നമുക്ക് 7 മണിക്കൂർ വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് സെറ്റ് ചെയ്യണത്. അതിനുശേഷം സെറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെയുണ്ട്. ആ ഒരു ബട്ടൺ അമർത്തി അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 20 എന്നുള്ളത് 22 ആവും അതിൻ്റെ ടെമ്പറേച്ചർ. അടുത്ത 2 മണിക്കൂർ കഴിയുമ്പോൾ 22 എന്നുള്ളത് 24 ആവും. പിന്നെ അടുത്ത 2 മണിക്കൂർ കഴിയുമ്പോൾ 24 എന്നുള്ളത് 26 ആവും. ഇങ്ങനെ ഈ ഒരു ടെമ്പറേച്ചർ ഈ ഒരു കൂളിംഗ് കുറഞ്ഞു വരും. അടുത്താണ് ടൈമർ എന്നുള്ള ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് എത്ര മണിക്ക് AC ഓഫ് ആവണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു 6 മണി ആകുമ്പോഴത്തേക്കും AC ഓഫ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 2 ആരോ മാർക്കുള്ള ഈ ബട്ടൺ വഴി നമുക്കത് 6 മണിയാക്കി കൊടുക്കുക. അതിൻ്റെ ടൈം 6 മണിയാക്കി കൊടുക്കുക. അതിനുശേഷം ടൈം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കത് 6 മണിയാകുമ്പോൾ AC ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമ്മളെ ACയുടെ റിമോട്ടിലെ ടൈം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമും കറക്റ്റായിട്ട് AC ഓഫ് ആവുള്ളൂ. റൂം ടെമ്പറേച്ചർ എന്ന് ചെയ്യുന്ന ഈ ഒരു ബട്ടന് തൊട്ട് താഴെയായിട്ട് ഡയഗ്നോസിസ് എന്ന് ഇതിനൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ മൊബൈലിൽ LG AC സ്മാർട്ട് ഡയഗ്നോസിസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിടുക. ഇതിനുശേഷം ഈ ഒരു ബട്ടൺ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ACയിൽ നിന്ന് ഒരു ബീപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ AC ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ACക്ക് എന്തെങ്കിലും ഒരു എറർ കോഡ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ACക്ക് എന്ത് കംപ്ലയിൻ്റ് ആണ് എന്താണ് കംപ്ലയിൻ്റ് എന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് LGയുടെ സർവീസ് സെൻറ്ററിലോ കസ്റ്റമർ കെയറിലോ വിളിച്ചിട്ട് ഇന്നതാണ് ACയുടെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ സാധിക്കും. ഇതാണ് ആ ഒരു ഫംഗ്ഷൻ്റെ ബെനിഫിറ്റ് വരുന്നത്.